നിങ്ങൾ ഇല്ലാത്ത അന്ന് അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അതെന്താ അല്ലല്ല, അത് അങ്ങനെ നിങ്ങൾക്ക് ഇന്റർപ്രറ്റ് ചെയ്യാം, അങ്ങനെ നിങ്ങൾക്ക് ഇന്റർപ്രറ്റ് ചെയ്യാം, അങ്ങനെ അത്രേ ഉള്ളു. ചേട്ടൻ എന്നെ ഇനി ദേശാഭിമാനി വീണ്ടും വായിപ്പിക്കല്ലേ. നിങ്ങൾ കൊടുക്കുന്ന വാർത്തകളല്ല എനിക്ക് ഞാൻ മറുപടി പറയണ എന്തിനാ. നിങ്ങളൊക്കെ എന്തെല്ലാം വാർത്തകൾ ഇതുപോലത്തെ എന്തെല്ലാം വാർത്തകൾ നിങ്ങളെല്ലാവരും കൊടുത്തു, എന്തെല്ലാം വാർത്തകൾ. ഓഹരി കൈമാറ്റം നടത്തിയില്ലേ, സതീശനും ബദാനിയുമായിട്ട് ബന്ധമില്ലേ എന്നൊക്കെ ചോദിച്ചാൽ നിങ്ങളുടെ ചാനലിലൊക്കെ ഉൾപ്പെടെ എല്ലാവരും വന്ന് വൈകുന്നേരം പറയണ്ടല്ലോ. I have made it very clear. This is a stand of the government. This is a stand of the cabinet. ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. ഈ ആരോപണം ഉന്നയിച്ചവരൊക്കെ തലയിൽ മുണ്ടിട്ട് പോയാൽ മതി. അത് രാഷ്ട്രീയ നേതാക്കളാണെങ്കിലും മാധ്യമപ്രവർത്തകരാണെങ്കിലും. അത് മനസ്സിലായില്ല, കാര്യം മനസ്സിലായില്ല. നിങ്ങൾക്ക് ഇത് സംബന്ധിച്ച ഒരു ചോദ്യം പോലും ഞാൻ ചോദിച്ചല്ലോ. ഈ ഗവൺമെൻറ് എന്ത് തെറ്റ് ചെയ്തു എന്ന് ചോദിച്ചിട്ട് നിങ്ങൾക്കൊരു ചോദ്യം പോലും ചോദിക്കാൻ പറ്റില്ല. എന്ത് തെറ്റാണ് ചെയ്തതെന്ന്. നിങ്ങളിത് ഞാൻ പറയട്ടെ, നിങ്ങൾ മൈക്രോസ്കോപ്പിക് ലെൻസുമായിട്ട് സർക്കാരിൻ്റെ പുറകെ നടക്കുക. ഇല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ ഊതി വീർപ്പിക്കുകയാണ്. നിങ്ങൾ ഇല്ലാത്ത അന്ന് അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അതെന്താ അല്ലല്ല, അത് അങ്ങനെ നിങ്ങൾക്ക് ഇന്റർപ്രറ്റ് ചെയ്യാം, അങ്ങനെ നിങ്ങൾക്ക് ഇന്റർപ്രറ്റ് ചെയ്യാം, അങ്ങനെ അത്രേ ഉള്ളു. ചേട്ടൻ എന്നെ ഇനി ദേശാഭിമാനി വീണ്ടും വായിപ്പിക്കല്ലേ. ഞാൻ കറക്റ്റായിട്ട് മറുപടി പറയാം. എല്ലാ ദിവസവും അതിനൊന്നും മറുപടി പറയാൻ പറ്റില്ല. ഞാൻ ഓരോരുത്തരെ ഞാൻ മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പ് ഞാൻ മുഖ്യമന്ത്രി ആവുമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമായിരുന്നു? എനിക്ക് പോലും അറിയില്ലായിരുന്നു. ചുമ്മാ ഇതെല്ലാം എനിക്കറിയാം ഇത് എവിടെ നിന്നാണ് ഇത് ആരംഭിക്കുന്നതെന്ന്. ചില ചാനലുകളിൽ നിന്നാണ് ഇത് തുടങ്ങുന്നത്. അതാരാണ് ഇത്തരം ഗൂഢാലോചന നടത്തുന്നതെന്നൊക്കെ നന്നായി അറിഞ്ഞ് അത് നന്നായി ആസ്വദിച്ചിരിക്കുക. ഞാൻ കഴിഞ്ഞ ഒരാഴ്ച നിങ്ങൾ ഈ കൊടുത്ത വാർത്തകളൊക്കെ കണ്ട് ഞാൻ നിശബ്ദനാണ് മറ്റാണെന്നൊക്കെ നിങ്ങൾ പറയും, ആസ്വദിച്ചിരിക്കുക. ഞാനതുകൊണ്ടാണ് വന്ന് ചോദിച്ചത്, തൻ്റെ ഇടത്തോടു കൂടി നിങ്ങളോട് ചോദിച്ചത്, ഈ സർക്കാർ എന്ത് തെറ്റാണ് ഈ വിഴിഞ്ഞം പോർട്ടിൽ ചെയ്തതെന്ന്. ഒരു മറുപടി ഉണ്ടായില്ലല്ലോ ഒരാൾക്കും. ഇനി വേണമെങ്കിൽ ചെന്നിരുന്നിട്ട് എന്ത് വേണേലും പറഞ്ഞോ. പിന്നെ ഞാനാണ് ഇപ്പോൾ തീരുമാനങ്ങളെല്ലാം പ്രഖ്യാപിച്ചത് ഞാൻ ഒറ്റയ്ക്കാണോ? ഏത് തീരുമാനമാണ് ഞാൻ ഒറ്റയ്ക്ക് എടുത്തത്? ഒന്ന് ചോദിച്ചേ. ആ ചോദ്യത്തിനൊന്നും മറുപടി പറ. ഏഷ്യാനെറ്റിൻ്റെ ലേഖനം ആ ചോദ്യത്തിന് മറുപടി പറ. അല്ല നിങ്ങൾ പറയാണ്. അല്ലാതെ നോ ഞാൻ ഏത് തീരുമാനമാണ് ഒറ്റയ്ക്കെടുത്തതെന്ന് പറ. ഒരാളും പറഞ്ഞിട്ടില്ല. നിങ്ങളുണ്ടാക്കുന്ന വാർത്തകളാ. അല്ലല്ല, ചോദിക്ക്. അരെ ഒരു തീരുമാനം അല്ലല്ല. ഞാൻ ഒറ്റയ്ക്കെടുത്ത എൻ്റെ ചോദ്യം അതാണ്. ഞാൻ ഒറ്റയ്ക്കെടുത്ത തീരുമാനം ഏതാ? നിങ്ങൾ പറയുന്നുണ്ട് ഒരു തീരുമാനം എടുത്തിട്ടില്ല. ഒരു തീരുമാനം എടുത്തിട്ടില്ല. നിങ്ങൾ ഇതൊക്കെ ഞാൻ ഇവിടെ നിങ്ങൾ CPM അല്ലല്ലോ. CPM നടക്കണ കാര്യം നിങ്ങൾ അന്വേഷിക്കും. നടക്കണ കാര്യം അതൊക്കെ ഇതിനൊക്കെ പ്രോസസ്സ് ഉണ്ടെന്ന് അതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക. അവർക്ക് അല്ല, ഞാൻ ചോദിച്ചല്ലോ, ഈ സർക്കാർ എന്ത് തെറ്റാണ് അക്കാര്യത്തിൽ ചെയ്തത്? നിയമവിരുദ്ധമായിട്ടോ ഏതെങ്കിലും ഒരു തെറ്റ് ചെയ്തോ എന്ന് നമ്മൾ ചോദിച്ചല്ലോ. ആരോപണം ഉന്നയിച്ചവരെ കുറിച്ചാണ്, ഞാൻ അല്ലാത്ത മാധ്യമങ്ങളെ കുറിച്ചല്ല പറഞ്ഞത്. എന്ത് തെറ്റാണ് ചെയ്തതെന്ന്, ഈ സർക്കാർ എന്ത് തെറ്റ് ചെയ്തു എന്ന ചോദ്യത്തിന് നിങ്ങൾക്ക് ഒറ്റയാൾക്ക് മറുപടിയില്ല. ഒരു ചോദ്യമില്ല. നിങ്ങൾക്ക് കിട്ടിയല്ല, തന്നല്ലോ നേരത്തെ. ദേശാഭിമാനിക്ക് നന്നായിട്ട് തന്നല്ലോ. ഇനിയും ചോദിച്ചു മേടിക്കല്ലേ എൻ്റെ കയ്യിൽ നിന്ന്. വേറെയും ദേശാഭിമാനി എൻ്റെ അടുത്ത് 2025 വേറെ പറ.